സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കമനീയ കിശോരമുഗ്ധമൂർത്തേ കളവേണുക്കൊടിതാതൃതാനനേന്തോ മമ വാജി വിജൃംഭതാം മുരാരേർമധുരിം ന കണികാപി കാപി കാപി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഉച്ചയ്ക്ക് മുമ്പ് പാണ്ഡവമാതാവായ കുന്തിദേവി ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരണാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ച് ഭഗവാനെ സ്തുതിച്ച രംഗമാണ് നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരുന്നത്. കാലസ്വരൂപനായി ദേശകാലാദി ബന്ധങ്ങളില്ലാതെ സർവചരാചരങ്ങളിലും അന്തര്യാമിയായി ശോഭിക്കുന്ന പരമചൈതന്യം എത്ര ദൂരത്തുണ്ട് എന്ന് നമ്മൾ കരുതിയാലും ആശ്രയിക്കുന്നതായ ഭക്തന്മാരെ സംബന്ധിച്ച് ആവശ്യമുള്ളപ്പോൾ കാക്കുവാനാകുന്ന കാരുണ്യസ്വരൂപനാണ് ഭഗവാൻ. സർവവിധത്തിലും ആ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ച ഭക്തന്മാരുടെ മഹിമ അതാണ് നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരുന്നത്. ഭാഗവതത്തിൽ കുന്തിസ്തുതി മുതൽ അനേകം സ്തുതികളെ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിലായി കാണാൻ സാധിക്കും. ഈ സ്തുതികളെയൊക്കെ ചെയ്യുമ്പോൾ എന്താ ഈ കുന്തിദേവി മുതലുള്ള ഭക്തന്മാരുടെ ഭാവമെന്നാണെങ്കിൽ, ഈ സ്തുതി കേട്ട് ഭഗവാൻ സന്തോഷിക്കട്ടെ എന്നല്ലാതെ യാതൊന്നും ഭഗവാനിൽ നിന്ന് പ്രതീക്ഷിക്കാതെ യാതൊന്നും ഭഗവാനിൽ നിന്ന് വേണം എന്നാഗ്രഹിക്കാതെ ഭഗവാനെ സ്തുതിച്ചു ഇവരൊക്കെ. ഒരാഗ്രഹവും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഭഗവാനെ സ്തുതിക്കുന്നത് എന്നാണെങ്കിൽ, സ്തുതിക്കാൻ സാധിക്കുന്നത് കൊണ്ട് സ്തുതിക്കുന്നു. അപ്പോൾ ഈശ്വരനെ ആശ്രയിക്കാൻ ആദ്യമൊക്കെ പല കാരണങ്ങളും നമ്മൾ കണ്ടെത്തും. കുറേ കാലം ആ ഭഗവാനെ ആശ്രയിച്ച് കഴിയുമ്പോൾ എന്തിനാ നാമം ജപിക്കുന്നത് എന്നുള്ളതിന് ഉത്തരം, നാമം ജപിക്കാൻ സാധിക്കണുണ്ടല്ലോ, അതുകൊണ്ട് നാമം ജപിക്കുന്നു. നാവുണ്ട്, ആ നാവ് കൊണ്ട് സംസാരിക്കാൻ സാധിക്കുന്നു, അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹം ചൊരിയുന്ന ഭഗവാന്റെ നാമം ഞാൻ ജപിക്കുന്നു. ഇത്തരത്തിൽ കുർവന്തി അഹൈതുകിം ഭക്തിം, ഒരു ഹേതുവുമില്ലാതെ ഭഗവാനിലേക്കുള്ളതായ ശുദ്ധമായ ഭക്തി ഭക്തന്മാരിൽ ഉണർത്താൻ ഭാഗവതത്തിന് സാധിക്കും. നമ്മളൊക്കെ ഭഗവാനെ സ്തുതിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ സ്തുതികൾക്ക് ചില ലക്ഷ്യങ്ങളൊക്കെയുണ്ട്. ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോയാൽ നമ്മൾ വഴിപാട് തീരുമാനിക്കുന്നത് ബ്രാക്കറ്റ് നോക്കിയിട്ടാണ്. എന്താ ബ്രാക്കറ്റ്? ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുണ്ടാവും കടം തീരുന്നതിന്, വിവാഹം കഴിയുന്നതിന്, വീട് പണി നടക്കുന്നതിന്, ബാങ്ക് ലോൺ തീരുന്നതിന് എന്നൊക്കെ. ഈ ഫലശ്രുതി നോക്കിയിട്ടാണ് നമ്മളൊക്കെ ഭഗവാനെ സേവിക്കാൻ പുറപ്പെടുന്നത്. എല്ലാ സ്തുതിയുടെയും അവസാനം ഫലശ്രുതി എന്നൊന്ന് കാണാം. ഏകകാലേ പടേ നിത്യം മഹാപാപ വിനാശനം, ദ്വികാലം വ്യപ്പടേ നിത്യം മഹാശത്രുവിനാശനം. ഇതൊക്കെ കേട്ടാൽ എന്നാ പിന്നെ എന്തായാലും ചൊല്ലണം. അപ്പം എന്തിനായി ഫലശ്രുതി വിൽക്കണത് എന്ന് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ പറയും. എന്തിനാ ഫലശ്രുതി? രോചനാർത്ഥ ഫലശ്രുതി. നമ്മളുടെ ശ്രദ്ധ ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഭഗവാനെ സേവിച്ചാൽ ഇത് കിട്ടില്ല എന്നല്ല, അതൊക്കെ കിട്ടും. പക്ഷേ ഭഗവാനെ സേവിക്കുന്നത് ഇതൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല. എന്നാൽ സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ചില രോചനാർത്ഥ
അല്ലേ? ഇപ്പോൾ ഒരു കടയിലേക്ക് തിരക്ക് കൂടണത് എപ്പോഴാണ്? കടയിൽ തിരക്ക് കൂടണത് എപ്പോഴാണ്? ഓഫർ വയ്ക്കുമ്പോഴല്ലേ? അതുപോലെ ഈശ്വരനെ സേവിക്കാൻ നമ്മളെ ആകർഷിക്കാൻ ഉണ്ടാക്കുന്ന ചില ഭാഗങ്ങളാണ് ഈ ഫലശ്രുതികൾ. യഥാർത്ഥത്തിൽ ഈ ഫലശ്രുതികളെല്ലാം വിട്ട് ആ സ്തോത്രം, ആ നാമം അത് ജപിക്കാറാവുമ്പോഴാണ് നമ്മുടെ ഭക്തി ശ്രേഷ്ഠമാകുന്നത്. അത്തരത്തിൽ കുന്തിദേവി ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറയുന്നു, ഭഗവാനെ, പരമഹംസന്മാർക്ക് മാത്രം ആശ്രയിക്കാൻ പറ്റുന്ന ചൈതന്യമാണ് അങ്ങ്. കാരണം യഥാർത്ഥത്തിൽ പരബ്രഹ്മം എന്നുള്ളതായ ആ ഒരു ചൈതന്യത്തിന് നിരാകാരനാണ്, നിർഗുണനാണ്, അവ്യക്തനാണ്. അങ്ങനെയുള്ളതായ ഈശ്വരനെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. കഥം പശ്യേമഹി സ്ത്രീയ, ഒരു സ്ത്രീക്ക് എങ്ങനെ കാണാൻ പറ്റുന്നതാണ്. അപ്പം ഇവിടെ സ്ത്രീ എന്ന് പറയുമ്പോൾ ഫീമെയിൽ എന്നുള്ള അർത്ഥത്തിലല്ല കുന്തിദേവി പറയുന്നത്. പിന്നെയോ, സ്ത്രീ എന്ന വാക്കിൽ 3 അക്ഷരങ്ങളാണ് ഉള്ളത്, അല്ലേ? സ്ത്രീ എന്നുള്ള വാക്കിൽ 3 അക്ഷരങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാ 3 അക്ഷരങ്ങൾ? സ, ത, ര എന്നിങ്ങനെ 3 അക്ഷരങ്ങൾ. അപ്പോൾ ഇവിടെ സ്ത്രീ എന്ന് പറയുമ്പോൾ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഈ 3 ഗുണങ്ങളുടെയും അടിമയായ ഒരു ജീവനെയാണ് സ്ത്രീ എന്ന് വിളിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ എല്ലാ വസ്തുക്കളിലും ഈ 3 ഗുണങ്ങളും ഉണ്ട്. നമ്മൾ ഓരോരുത്തരിലും ഈ 3 ഗുണങ്ങളും മാറി മാറി വരും. അതിലേതെങ്കിലും ഒന്നിന് ശക്തി കൂടുതലുണ്ടാവും. പ്രഭാതത്തിൽ സത്വഗുണം ഉയർന്നു നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് നമുക്ക് രാവിലെ കുളിക്കുമ്പോൾ ജപിക്കുമ്പോൾ ഒക്കെ ഒരു ഉത്സാഹധികം. പിന്നെ അങ്ങോട്ടേക്ക് ഉച്ചവരെ രജോ ഗുണത്തിൻ്റെ സമയമാണ്. ആ സമയത്താണ് നമുക്ക് ജോലി ചെയ്യാനും ഒക്കെ പറ്റുക. ഉച്ച കഴിഞ്ഞാൽ പിന്നെ തമോ ഗുണത്തിൻ്റെ സമയമാണ്. അപ്പോഴാണ് ഈ ഉറക്കവും ക്ഷീണവും ഒക്കെ വരിക, അല്ലേ? അപ്പം ഇത് എല്ലാവരിലും ഉണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ഗുണങ്ങൾ സമയത്തിനനുസരിച്ച് മാറുമ്പോഴും നമ്മളിൽ ഏതെങ്കിലും ഒരു ഗുണം എപ്പോഴും ഉയർന്നു നിൽക്കും. സത്വഗുണം ഉയർന്നു നിൽക്കുന്ന ആൾക്കാരെയാണ് സാത്വികന്മാർ എന്ന് വിളിക്കുക. രജോ ഗുണം ഉയർന്നാൽ രാജസന്മാർ, തമോ ഗുണം ഉയർന്നാൽ താമസന്മാർ. ഈ 3 ഗുണങ്ങളും എല്ലാവരുടെ ഉള്ളിലുമുണ്ട്, അല്ലേ? അവനെ കൊണ്ട് ഒരു ഗുണമില്ല എന്ന് പറയണവനും ഈ ഗുണത്തിൽ ഏതെങ്കിലും ഒരു ഗുണം ഉണ്ടാവും. ഈ 3 ഗുണങ്ങളും നശിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പരബ്രഹ്മം എന്ന ഈശ്വരനെ അനുഭവിക്കാൻ സാധിക്കുക. കാരണം ഭഗവാൻ ആരാ? നിർഗുണനാണ്, അല്ലേ? ഗുണാതീതം അവ്യക്തമേകം തുരീയം പരം ബ്രഹ്മ യം വേദ തസ്മൈ നമസ്തേ എന്ന് ശങ്കരാചാര്യസ്വാമികൾ വിഷ്ണുഭുജംഗപ്രയാദ സ്തോത്രത്തിൽ പറയും. ഗുണാതീതം, ഗുണങ്ങളൊന്നുമില്ലാത്ത നിർഗുണ സ്വരൂപമാണ് ഈശ്വരൻ. അപ്പോൾ ഗുണാതീതമായിരിക്കുന്ന ഈശ്വരനെ ഗുണങ്ങളുടെ അടിമയായ നമുക്ക് കാണാൻ സാധിക്കില്ല. രൂപമില്ലാത്ത ചൈതന്യത്തെ കണ്ണുകൊണ്ട് മാത്രം കണ്ടു മനസ്സിലാക്കുന്ന നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഈശ്വരൻ എന്ത് ചെയ്യും? പരബ്രഹ്മം എന്ന ആ തൻ്റെ വലിയ പദവിയെ വിട്ട് നമ്മളെ പോലെയുള്ള ആൾക്കാരോടുള്ള കാരുണ്യം കൊണ്ട് ഗുണങ്ങളെ സ്വീകരിച്ച്, രൂപമില്ലാത്ത ഭഗവാൻ രൂപം സ്വീകരിച്ച്, നാമമില്ലാത്ത ഭഗവാൻ നാമം സ്വീകരിച്ച് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരും. ആ ഇറങ്ങി വരുന്നതിനെയാണ് എന്ത് വിളിക്കുക? അവതാരം എന്ന് വിളിക്കുക, അല്ലേ? അവതാരം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഇറങ്ങി വരിക എന്നുള്ളതാണ്. അത്തരത്തിൽ എത്രയോ അവതാരങ്ങളിൽ കൂടി ഭഗവാൻ ഈ ലോകത്തെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഭഗവാനെ ശരിക്കും പരമഹംസന്മാർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന പരബ്രഹ്മമായിട്ട് അവിടെ ഇരുന്നാൽ മതി. നമ്മൾ വേണമെങ്കിൽ കയറി പോയാൽ മതി എന്ന് വെച്ചാൽ മതിയായിരുന്നു. പക്ഷേ ആ കാരുണ്യം കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റണില്ല എന്ന് കണ്ടപ്പോൾ ഭഗവാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന് കൈപിടിച്ച് നമ്മളെ
കഥകളിൽ കൂടി, കീർത്തനങ്ങളിൽ കൂടി, നാമജപത്തിൽ കൂടി ആ പരമഹംസ ഭാവത്തിലേക്ക് ഉയർത്തുകയാണ്. ഇപ്പോൾ വലിയൊരു ഓഫീസർ, അയാളുടെ ഓഫീസിൽ പോയാൽ അയാൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓഫീസറാണ്. ഒന്ന് കണ്ണ് മിഴിച്ച് നോക്കിയാൽ കീഴുദ്യോഗസ്ഥന്മാരൊക്കെ കിടുകിട വിറയ്ക്കും. ഇദ്ദേഹം ഓഫീസിൽ അത്രയ്ക്ക് സ്ട്രിക്റ്റാണ്, എല്ലാവരെയും വിറപ്പിക്കണ ആളാണ്. പക്ഷേ ഒരു ഞായറാഴ്ച ഇയാളുടെ വീട്ടിൽ പോയാൽ നമുക്ക് രസമായിട്ടുള്ളൊരു കാഴ്ച കാണാം. എന്താ കാഴ്ച? 5 വയസ്സുള്ള ഒരു ഉണ്ണിക്കുട്ടൻ ഈ ഓഫീസറെ ഇട്ട് വിറപ്പിക്കണത് കാണാം. അച്ഛാ മുട്ടുകുത്തി നിൽക്കൂ, എനിക്ക് പറ്റണില്ല, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, അച്ഛൻ മുട്ടുകുത്തി നിൽക്കൂ, ക്രിക്കറ്റ് കളിക്കൂ, അച്ഛൻ എൻ്റെ പോടൂ എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ ഉദ്യോഗസ്ഥൻ എല്ലാവരെയും കിട്ടുകിട്ട വിറപ്പിക്കുന്ന ആള് ആ കുട്ടിയുടെ മുമ്പിൽ അല്ല ഞാൻ വലിയ ഉദ്യോഗസ്ഥനാ എന്ന് പറഞ്ഞ് നിൽക്കുമോ? ഇല്ല. തൻ്റെ പദവിയെ വലിച്ച് മാറ്റി, അല്ലെങ്കിൽ തൻ്റെ പദവിയെ മാറ്റി തൻ്റെ കുട്ടിയോടുള്ള വാത്സല്യം കൊണ്ട് ആ കുട്ടിയോടൊപ്പം ആ കുട്ടി പറയുന്നതനുസരിക്കണില്ലേ ഒരച്ഛനായിട്ട്? ഇതുപോലെ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രക്ഷിതാവായ ആ പരബ്രഹ്മം പരമഹംസന്മാർക്ക് എത്തിച്ചേരാൻ പറ്റുന്ന പരമപദവിയെ വിട്ട് നമ്മളെപ്പോലെയുള്ള കുട്ടികൾക്ക് വേണ്ടി രൂപമെടുത്ത് നാമമെടുത്ത് അവതാര കഥകളും കീർത്തനങ്ങളും നാമങ്ങളും ഉണ്ടാക്കി നമ്മളെ ക്രമേണ ഈ നാമജപത്തിൽ കൂടിയും ഭഗവാന്റെ കഥകളിൽ കൂടിയും ഭഗവാനിലേക്ക് ഉയർത്തുന്നു. അത്തരത്തിൽ ഭഗവാൻ എത്രയോ അവതാരങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും ആ അവതാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് ഭഗവാന്റെ കൃഷ്ണാവതാരം. അതുകൊണ്ടാണ് കുന്തിദേവി പറയുന്നത്, കൃഷ്ണാവതാരം, ആ കൃഷ്ണനെ നിങ്ങൾക്ക് നമസ്കരിക്കാൻ സാധിക്കും. എന്താ കൃഷ്ണന്റെ പ്രത്യേകത? ഏതൊരു വിഭാഗത്തിലുള്ള ആൾക്കാർക്കും ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ആസ്വദിക്കാൻ പറ്റുന്നതാണ് കൃഷ്ണലീലകൾ അല്ലേ? 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് കൃഷ്ണന്റെ കഥ കേൾക്കാൻ താല്പര്യം ഉണ്ടാവും. 50 വയസ്സുള്ള ഒരാൾക്ക് കൃഷ്ണന്റെ കഥ കേൾക്കാൻ താല്പര്യം ഉണ്ടാവും. 80 വയസ്സുള്ള ഒരാൾക്കും കൃഷ്ണകഥകൾ കേൾക്കുമ്പോൾ ശ്രോത്രമനോഭിരാമ, മനസ്സിനും കാതുകൾക്കും അഭിരാമമായിട്ട് ആനന്ദമായിട്ട് തോന്നുമെന്നുണ്ടെങ്കിൽ ആ കൃഷ്ണ കഥകളുടെ മാഹാത്മ്യം അതിനെ ഭംഗിയായിട്ട് അവിടെ സൂചിപ്പിച്ചു. കൃഷ്ണനായി, വസുദേവപുത്രനായ വാസുദേവനായി, ദേവകീനന്ദനായി, നന്ദഗോപകുമാരനായി, ഗോവിന്ദനായി തൻ്റെ ലീലകളെ ലോകത്തിന് സമർപ്പിച്ച ആ ശ്രീകൃഷ്ണ ഭഗവാനെ നമസ്കരിച്ചു കുന്തിദേവി. ഇവിടെ കുന്തിദേവി ഭഗവാനോട് ഒരാഗ്രഹം പറയുകയാണ്. കൃഷ്ണ, എനിക്കൊരാഗ്രഹമുണ്ട്. എന്താ ആഗ്രഹം? ഒന്ന്, കൃഷ്ണൻ എന്നെ അമ്മേ എന്ന് ഒന്ന് വിളിക്കണം. അതെന്തിനാ അമ്മയെന്ന് വിളിക്കണത്? അല്ല, സ്വന്തം അമ്മയായ ദേവകിയെയാണ് അങ്ങ് അമ്മ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ദേവകിയോട് അങ്ങ് കാണിക്കുന്നതിനേക്കാൾ സ്നേഹം ഈ കുന്തിദേവിയോട് അങ്ങ് കാണിക്കുന്നുണ്ട്. യഥാ ഋഷികേശ ഖലേന ദേവകി കംസേന രുദ്ധാതി ചിരം ശുചാർപ്പിത വിമോചിതാഹം ച സഖാത്മചാ വിഭോ ത്വയൈവ നാഥേന മുഹുർവിബദ്ഗണാൽ. എന്താ ഇങ്ങനെ കുന്തിദേവി പറയാൻ കാരണം എന്ന് വെച്ചാൽ, പറയുമ്പോൾ ദേവകീ വസുദേവന്മാരുടെ പുത്രനാണ് ആര്? കൃഷ്ണൻ അല്ലേ? പക്ഷേ ഭഗവാന്റെ അച്ഛനമ്മമാരാണെങ്കിലും അവരെത്ര ദുഃഖം അനുഭവിച്ചു ആലോചിച്ചു നോക്കൂ. ദേവകിയും വസുദേവരും എത്ര ദുഃഖം അനുഭവിച്ചിട്ടാണ് ഭഗവാനെ മകനായി കിട്ടിയത്. എന്നിട്ട് ഭഗവാനെ കിട്ടിയോ? ഇല്ല. ശംഖചക്ര ഗദാധാരിയായി തൊട്ടു മുൻപിൽ ഭഗവാനെ കണ്ടു, ഒരു നിമിഷം ഭഗവാനെ സ്തുതിച്ചു. അപ്പോഴേക്കും ഭഗവാൻ അവിടുന്ന് നേരെ അമ്പാടിയിലേക്ക് പോവാനായി പുറപ്പെട്ടു. പിന്നെ 11 വയസ്സ് കഴിഞ്ഞിട്ടാണ് ദേവകീ വസുദേവന്മാർക്കൊന്ന് കൃഷ്ണനെ മടിയിലിരുത്താൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും ദുഃഖം സഹിച്ച് ഭഗവാനെ കിട്ടിയിട്ടും ദേവകീ വസുദേവന്മാർക്ക് പിന്നെയും ഒരു 11 വർഷത്തോളം ആ ഭഗവാനെ ലഭിക്കാൻ
ഭഗവാനെ ഒന്ന് കാണാൻ കാത്തിരിക്കേണ്ടി വന്നു. എന്നാൽ കുന്തിദേവി പറയുന്നു, എനിക്കിത്രയൊന്നും വിഷമുണ്ടായിട്ടില്ല. ആപത്ത് എപ്പോഴൊക്കെ എന്നെ പിടികൂടുന്നുവോ അപ്പോഴൊക്കെ ഭഗവാനെ അങ്ങ് എൻ്റെ മുൻപിലേക്ക് ഓടി വന്നിട്ടുണ്ട്. എത്രയോ ആപത്തുകളിൽ ഇല്ലേ, വിഷാന്മകാഗ്നേ പുരുഷാദർശനാത് അസൽ സഭായാവനവാസകൃശ്രത. പണ്ട് ഭീമസേനനെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കി ദുര്യോധനൻ. അന്ന് ആ മഹാവിഷത്തിൽ നിന്ന് ഭീമസേനനെ ഭഗവാൻ ഓടി വന്ന് രക്ഷിച്ചു. നിറഞ്ഞ സഭയിൽ വച്ച് പാഞ്ചാലിയെ ചേല അഴിച്ച് ആക്ഷേപിക്കാൻ ശ്രമിച്ചു ദുര്യോധനാദികൾ. അവിടെ പൂഞ്ചേല കൊടുത്ത് പാഞ്ചാലിയെ അനുഗ്രഹിച്ചു. വനവാസം, അജ്ഞാതവാസം തുടങ്ങിയ രംഗങ്ങളിലെല്ലാം ഒരു തള്ളപ്പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിലേക്ക് ചേർത്ത് സംരക്ഷിക്കുന്ന വിധത്തിൽ ഭഗവാനെ അങ്ങ് എന്നെയും എൻ്റെ 5 കുട്ടികളെയും രക്ഷിച്ചു. ഒടുവിൽ മഹാഭാരത യുദ്ധം എന്ന ഒരു യുദ്ധവും കഴിഞ്ഞ് ഒടുവിലിതാ പാണ്ഡവന്മാരുടെ വംശം അശ്വത്ഥാമാവ് യക്ഷതായ ബ്രഹ്മാസ്ത്രം കൊണ്ട് നശിക്കുന്നു എന്ന നിമിഷം എത്തുമ്പോഴേക്കും അവിടെയും കാരുണ്യവുമായി അങ്ങ് ഓടി വന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആപത്ത് എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ അങ്ങയെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പായി ഭഗവാനെ. എന്താ ഉറപ്പായത്? അങ്ങയെ കാണാൻ ഏറ്റവും നല്ലത് സമ്പത്തല്ല, പിന്നെയോ ആപത്താണ്. ദുഃഖം വരുമ്പോഴാണ് അങ്ങയെ ഞാൻ അധികവും ഓർക്കുന്നത്. അല്ലേ, നമ്മളായാലും അമ്പലത്തിൽ പോയാൽ ശരിക്കും പ്രാർത്ഥിക്കണത് എപ്പോഴാണ്? ദുഃഖം വരുമ്പോഴാണ്, ആവശ്യം വരുമ്പോഴാണ്. അല്ലേ, കുട്ടികൾക്കൊക്കെ മാർച്ച് മാസത്തിലാണ് അധികം ഭക്തി വരിക. എന്തേ കാരണം? അപ്പോഴാ പരീക്ഷയൊക്കെ. പിന്നെ വിവാഹം കഴിയാനൊരു ഭക്തി, പിന്നെ കുട്ടിയുണ്ടാവാനൊരു ഭക്തി, പിന്നെ ഉണ്ടായത് നേരെയാവാനൊരു ഭക്തി. ഇങ്ങനെ നമുക്കൊരാവശ്യം വരുമ്പോഴാണ് നമ്മളൊക്കെ ഭക്തി അധികമായി തീരുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ കുന്തിദേവി ഭഗവാനോട് പറയുന്നു, എൻ്റെ ജീവിതത്തിൽ എത്രയോ ആപത്തുകളാണ് അങ്ങയെ കാണാൻ എന്നെ സഹായിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ അങ്ങ് ദ്വാരകയിലേക്ക് യാത്ര പറഞ്ഞു പോവുകയാണല്ലോ. അതുകൊണ്ട് എനിക്കൊരാഗ്രഹമുണ്ട്. എന്താ ആഗ്രഹം? ഇനിയും അങ്ങയെ കാണാൻ എനിക്ക് സാധിക്കണം. അങ്ങനെ അങ്ങയെ കാണാൻ ഇത്രകാലം എന്നെ സഹായിച്ചത് ആപത്തുകളാണെങ്കിൽ വിപദസ്സന്തു നശ്വൽ തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യസ്യാത് അപുനർഭവ ദർശനം. എനിക്ക് ആപത്തുകൾ ഉണ്ടായാലും കുഴപ്പമില്ല എന്നാ അല്ലേ? ആപത്തുണ്ടായാലും ഭഗവാനെ എനിക്ക് അങ്ങയെ കാണാൻ സാധിച്ചാൽ മതി എന്ന് പ്രാർത്ഥിച്ച് ഭഗവാന്റെ അതിസുന്ദരമായ ബാലലീലയുടെ ഒരു ചിത്രം കുന്തിദേവി ഈ ഭാഗവതത്തിൽ കൂടി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്താ കുന്തിദേവി പറയണത്? ഒരു ചിത്രം. ആ ചിത്രത്തിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ യശോദാദേവി കൃഷ്ണൻ്റെ 2 കൈകളും കൂട്ടിപ്പിടിച്ചിരിക്കുകയാണ്. കൃഷ്ണൻ്റെ 2 കൈയും കൂട്ടിപ്പിടിച്ച് എന്തോ കാര്യമായിട്ട് ചോദിക്കുന്നുണ്ട്. കൃഷ്ണനാണെങ്കിലോ 2 കണ്ണുകളും പേടിച്ച് നിറഞ്ഞിട്ടുണ്ട്. കൺമഷിയൊക്കെ മുഖത്ത് മായ്ഞ്ഞിട്ടുണ്ട്. കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീരങ്ങനെ ഒഴുകുന്നുണ്ട്. അമ്മയെ നോക്കി പേടിച്ചു നിൽക്കുന്ന ഒരു കൃഷ്ണൻ. അല്ലേ, ആ നിൽപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവും കാര്യമായിട്ട് എന്തോ ഗുരുത്തക്കേട് കാണിച്ചിട്ടുള്ള നിൽപ്പാണ്. ഈ ഒരു ചിത്രം ഭഗവാന്റെ മുൻപിൽ കാണിച്ച് കുന്തിദേവി തന്നെ ഭഗവാനോട് ചോദിക്കുന്നു, ഭഗവാനെ യഥാർത്ഥത്തിൽ അങ്ങയ്ക്ക് പേടിയുണ്ടോ? അല്ലേ, ഭീരപി യത് ബിഭേതി. ഭയം യാതൊരാളെ ഭയക്കുന്നുവോ ആ ഭഗവാൻ എന്തിനാ ഈ കുന്തിദേവി ഈ യശോദയെ ഭയക്കേണ്ട ആവശ്യം? അപ്പം യഥാർത്ഥത്തിൽ ഭഗവാന് ഭയം എന്ന ഒന്നില്ല. എന്നിട്ടും യശോദയുടെ മുൻപിൽ അങ്ങ് ഭയം അഭിനയിച്ചു എന്നുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയിട്ടാ? ലോകത്തിനെ അനുഗ്രഹിക്കാൻ.
കൃഷ്ണലീലകളിൽ കൂടി ഈ ലോകത്തിൻ്റെ മുൻപിൽ വെണ്ണകെട്ടും പാലുകെട്ടും ചേലകെട്ടും ഓടിക്കളിച്ച ആ കളികളെ പാടിയിട്ട് ലോകത്തെ അനുഗ്രഹിക്കലാണ് അങ്ങയുടെ ലീലകളുടെ എല്ലാം ഉദ്ദേശം. ചിലർ പറയും വസുദേവ ദേവകിമാരുടെ ഭാഗ്യമാണ് കൃഷ്ണാവതാരം. ചിലർ പറയും ഭൂമി തൻ ഭാരം കളവതീനായിട്ടു ഭൂമിയിൽ വന്നു പിറന്ന കൃഷ്ണാഹരി. ഭൂമിയുടെ ഭാരം തീർക്കാനാണ് കൃഷ്ണാവതാരം. ചിലർ പറയും നന്ദഗോപാദികളുടെ പുണ്യമാണ് കൃഷ്ണാവതാരം. എന്നാൽ യഥാർത്ഥത്തിൽ കൃഷ്ണാവതാരത്തിൻ്റെ ഗുണം ആർക്കാണെന്നറിയോ? ശൃണ്വന്തി, അതിനെ കേൾക്കുന്നവർക്കാണ്. ഗായന്തി, അതിനെ പാടുന്നവർക്കാണ്. ഗൃണന്തി, ആ കൃഷ്ണലീലകളെ കേട്ടും പാടിയും ഹൃദയത്തിൽ യാതൊരാളാണോ ആ ശ്രീകൃഷ്ണലീലകളെ ഹൃദയത്തിൽ കണ്ണൻ്റെ ലീലകൾ ഓരോന്നും വെവ്വേറെ എണ്ണി എണ്ണി കണ്ണിൽ കാണാകേണം എന്ന വിധത്തിൽ കാണാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള ഭക്തന്മാർക്കാണ് ഈ കൃഷ്ണാവതാരത്തിൻ്റെ മാഹാത്മ്യം. എന്താ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതായ ഈ ലോക ദുഃഖത്തെ ഒരു സമുദ്രമായിട്ടാണ് ഭാഗവതത്തിൽ ചിത്രീകരിക്കുന്നത്. സമുദ്രത്തിൽ എപ്രകാരമാണോ തിരമാലകൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരുന്നത്, അതേവിധം പലവിധത്തിലുള്ളതായ പ്രാരബ്ധ ദുഃഖങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരുന്ന ഈ ലോകത്ത് ഈ ഭവസാഗരത്തെ, ഈ പ്രാരബ്ധ സമുദ്രത്തെ മുറിച്ചു കടക്കാൻ ഈ ഈശ്വര കഥകൾ നമ്മളെ സഹായിക്കും. എങ്ങനെ സഹായിക്കുക എന്ന് വെച്ചാൽ, ഒരു നല്ല തോണിയിൽ നമ്മൾ കയറുന്നു. ആ തോണിക്കാരൻ നന്നായിട്ട് പാട്ടുപാടുന്നു. ആ പാട്ട് കേട്ട് ഭംഗിയായിട്ട് ഈ നദി കടക്കുന്ന ഒരാൾക്ക് ആ നദിയുടെ സൗന്ദര്യവും ആ പ്രകൃതിയുടെ സൗന്ദര്യവും ആസ്വദിച്ച് ഈ തോണിക്കാരൻ്റെ പാട്ടും കേട്ട് പോകുമ്പോഴാണ് അത് നല്ല ഒരു യാത്രയായി തീരുക. എന്നാൽ ഈ നദിയിൽ എന്താ വലിയ മുതലയുണ്ടാവുമോ, പാമ്പുണ്ടാവുമോ, ഇയാൾക്കിത് തുഴയാൻ അറിയോ, ഇത് മറിഞ്ഞു പോയാൽ ഞാൻ വെള്ളത്തിൽ വീഴില്ലേ എന്നൊക്കെ വേവലാതി പിടിച്ചിട്ടാണ് ഒരാൾ തോണിയിലിരിക്കണത് വിചാരിക്കുക. അയാൾക്ക് ആ യാത്ര ദുസ്സഹമായിരിക്കും അല്ലേ. അപ്പോൾ ഈ ജീവിതയാത്ര അത് ഭംഗിയായി തീരാൻ നമ്മുടെ മനസ്സ് ഇത്തരത്തിലുള്ളതായ ഈശ്വര കഥകളിലേക്ക്, ഭഗവത് ലീലകളിലേക്ക് ചേരുന്നതാണ് നല്ലത്. അതിനു വേണ്ടിയിട്ടാണ് അങ്ങ് ഇത്രയും ലീലകളെ ഈ ലോകത്തിന് മുൻപിൽ ആടിയത് എന്ന് കുന്തിദേവി ഭഗവാനെ സ്തുതിച്ചു പറയുന്നു. പിന്നീട് ഭഗവാന്റെ പാദത്തിലേക്ക് നമസ്കരിച്ച് കുന്തിദേവി പറയുന്നു, ഭഗവാനെ, എനിക്ക് അങ്ങയുടെ പാദത്തിലേക്ക് ഭക്തി ഉണ്ടാവണം. ഇപ്പം ഭഗവാൻ ചോദിച്ചു, ഇപ്പം ഭക്തി ഉണ്ടല്ലോ. ഇപ്പോൾ ഉണ്ട്, പക്ഷേ അതെപ്പോഴാ ഇല്ലാണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ഇടയിൽ വന്ന് കുറച്ച് സമയം നിന്ന് പോണ ഒരു ഭക്തിയല്ല വേണ്ടത്. പിന്നെ എങ്ങനെയുള്ള ഭക്തി വേണം? രതിമുദ്വകദാദഗ്ധ ഗംഗേവൗഖം ഉദന്വതി. എപ്രകാരമാണോ ഗംഗാനദി പ്രവഹിക്കുന്നത് ആ വിധത്തിലുള്ള ഭക്തി എനിക്കുണ്ടാവണം അല്ലേ. ഗംഗാനദി ആ ഒഴുക്ക് ആരംഭിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? സമുദ്രം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. സമുദ്രം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടും ഗംഗ ഇന്നും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ ഭക്തി എന്നുള്ളതിന് ഒരു മതി എന്ന അവസ്ഥയില്ല അല്ലേ. നരസിംഹമൂർത്തി പരമഭക്തനായി തൻ്റെ മടിയിലിരുത്തി അനുഗ്രഹിച്ചു പ്രഹ്ലാദനെ. ആ പ്രഹ്ലാദനോട് നരസിംഹമൂർത്തി ചോദിച്ചു, പ്രഹ്ലാദ, നിനക്കെന്ത് വരമാണ് വേണ്ടത്? ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയോട് പറയുന്നു, എനിക്ക് ഭക്തി ഉണ്ടാവണേ എന്ന്. എന്തിനാ ഇത്തരത്തിലുള്ള കഥകളൊക്കെ ഭാഗവതത്തിൽ വയ്ക്കണതെന്ന് വെച്ചാൽ നമ്മളെ ഒന്ന് ഓർമ്മപ്പെടുത്താനാണ് അല്ലേ. നമുക്കിപ്പോൾ 4 ദിവസം അമ്പലത്തിൽ അടുപ്പിച്ച് പോയാൽ അത്യാവശ്യം ഇതുപോലെ കുറി തൊടാനൊക്കെ തുടങ്ങിയാൽ തോന്നാൻ തുടങ്ങും, ഞാനിപ്പോൾ നല്ല ഭക്തനൊക്കെ ആവണുണ്ട്, എനിക്ക് ഭക്തിയൊക്കെ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഭാഗവതം പറയണു, ഭക്തി ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം
ഭക്തിയുണ്ടോ എന്ന് അവനവനോട് ചോദിക്കുമ്പോൾ ഭക്തിയുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഭക്തിയില്ല എന്നും, ഭക്തിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഭക്തിയില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഭക്തി ഉണ്ട് എന്നുമാണ്. മനസ്സിലായോ? അല്ലെങ്കിലേ ഈ 3 മണിക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് ഭക്തി എന്നുള്ളത് അത് മതിയായി എന്ന് പറയുന്ന ഒരു വികാരമല്ല. എത്രയായാലും കുന്തിദേവിയും പ്രഹ്ലാദനും ഗജേന്ദ്രനും ഭാഗവതത്തിലെ എല്ലാ ഭക്തന്മാരും ഭഗവാനോട് പറയണത് എന്താ അറിയോ? ഭക്തിയെ തന്നാലും ഭക്തിയെ തന്നാലും ഭക്തിയൊഴിഞ്ഞെനിക്കൊന്നും വേണ്ട, ഭക്തി തന്നെ മതിയെന്ന. ഇവിടെ കുന്തിദേവി ആ ഭഗവാനെ നമസ്കരിച്ചു, ഭംഗിയായി സ്തുതിക്കുന്നതായ രംഗത്തെ പറഞ്ഞ് ഭഗവാൻ കുന്തിദേവിയെ അനുഗ്രഹിച്ച് തിരിച്ച് ദ്വാരകയിലേക്ക് പോവാൻ വേണ്ടി ഭാവിക്കുകയാണ് അല്ലേ? പാണ്ഡവന്മാർക്ക് വേണ്ടി 18 ദിവസത്തെ മഹാഭാരത യുദ്ധം നടത്തി പാണ്ഡവന്മാർക്ക് എല്ലാ തരത്തിലുള്ളതായ അധികാരവും കൊടുത്ത് കൗരവന്മാരെ മുഴുവൻ നശിപ്പിച്ച് പാണ്ഡവന്മാർക്ക് ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ രാജ്യാധികാരം നൽകി യുധിഷ്ഠിരനെ ചക്രവർത്തിയായി സിംഹാസനത്തിലിരുത്തിയിട്ടാണ് ഭഗവാൻ ദ്വാരകയിലേക്ക് പോകാൻ പുറപ്പെടുന്നത്. അങ്ങനെ ഭഗവാൻ ദ്വാരകയിലേക്ക് പോകാൻ വേണ്ടി ഭാവിക്കുമ്പോഴാണ് കൊട്ടാരത്തിൻ്റെ അകത്ത് നിന്ന് പെട്ടിയും ബാഗൊക്കെ എടുത്ത് വരുന്നുണ്ട് ആര്? യുധിഷ്ഠിരൻ. ഭഗവാൻ ചോദിച്ചു, ഏട്ടൻ എങ്ങോട്ടേക്കാ? അപ്പം യുധിഷ്ഠിരൻ പറഞ്ഞു, കൃഷ്ണ, ഞാനും കൂടി അങ്ങയോടൊപ്പം ദ്വാരകയിലേക്ക് വന്നാലോ എന്ന് ആലോചിക്കുക. അസലായി. അപ്പം പിന്നെ ഇവിടെ രാജ്യം ഭരിക്കാൻ ആരാ? അത് ആരെങ്കിലും ഭരിച്ചോട്ടെ, ഭീമസേനൻ ഭരിച്ചോട്ടെ. കൃഷ്ണൻ ഭീമസേനനോട് പറഞ്ഞു, ഏട്ടൻ എൻ്റെ ഒപ്പം ദ്വാരകയിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ സിംഹാസനത്തിലിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഭീമസേനൻ ഇരിക്കില്ലേ? ചോദിച്ചപ്പോൾ ഭീമൻ കണ്ണുകൊണ്ടിങ്ങനെ ഗോഷ്ടി കളിക്കണുണ്ട്. എന്താ സംഗതി എന്ന് മനസ്സിലായില്ല. ആദ്യം നോക്കിയപ്പോഴാണ് കൃഷ്ണൻ ദ്വാരകയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാക്കിയ രഥത്തിൽ ഭഗവാന്റെ സീറ്റിൻ്റെ അടുത്ത് വേറൊരു സീറ്റിൽ ഒരു ഗദ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതെന്താ ഗദ? ഭീമസേനൻ സീറ്റ് പിടിച്ചതാ. രാത്രിയിൽ ഭീമൻ ഉറക്കില്ല. എന്താ അറിയോ? നാളെ കൃഷ്ണൻ പോവല്ലേ. കൃഷ്ണൻ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തിനാ നമ്മൾ ജീവിക്കണത്? അതുകൊണ്ട് കൃഷ്ണൻ്റെ ഒപ്പം പോണം. രാവിലെ പറഞ്ഞാൽ ചിലപ്പോൾ സമ്മതിച്ചിട്ടില്ലെങ്കിലോ. അതുകൊണ്ട് രാത്രിയിൽ തന്നെ ഭീമസേനൻ വന്ന് നമ്മളൊക്കെ കൊടയും ബാഗൊക്കെ വയ്ക്കില്ലേ, അതുപോലെ സീറ്റ് പിടിച്ചതാണ് എന്ത്? ഈ ഗദ വച്ചിട്ട്. ചുരുക്കി പറഞ്ഞാൽ ഭീമനും ഇല്ല. എന്നാ പിന്നെ അർജുനൻ രാജ്യം ഭരിക്കുമോ? അർജുനൻ പറഞ്ഞു, കൃഷ്ണ, പാർത്ഥസാരഥി ദ്വാരകയിലേക്ക് പോകണുണ്ടെങ്കിൽ പാർത്ഥൻ പോകണുണ്ടോ എന്ന് പ്രത്യേകം ചോദിക്കണ്ട, ഞാനും വരുന്നുണ്ട്. അപ്പോൾ ബാക്കി 2 ആൾക്കാർ അവരും വരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അതിഗംഭീരമായ യുദ്ധം കഴിഞ്ഞ് ദുര്യോധനാദികളൊക്കെ മരിച്ചു. ഇപ്പോൾ രാജ്യം ഭരിക്കാൻ ആരുമില്ല. ഭഗവാൻ യുധിഷ്ഠിരനോട് ചോദിച്ചു, അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം വരികയാണെങ്കിൽ പിന്നെ ഇവിടെ രാജ്യം ഭരിക്കാൻ ആരാ? അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, കൃഷ്ണ, ആരെങ്കിലും ഭരിച്ചോട്ടെ. ഇത് കേട്ടപ്പോൾ ഭഗവാനും ദേഷ്യം വന്നു. എന്നാൽ ഇതൊരു 10 ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാവം ആ ദുര്യോധനൻ എത്ര സന്തോഷമാവുമായിരുന്നു. ഇതിപ്പോൾ ദുര്യോധനാദികളൊക്കെ ചത്തു കഴിയുമ്പോൾ എനിക്ക് രാജ്യം വേണ്ട. അല്ല, ഏട്ടൻ എന്താ പ്രശ്നം ചോദിച്ചപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, മറ്റൊന്നുമില്ല, ആ ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ സിംഹാസനത്തിൽ എനിക്ക് ഇരിപ്പ് ശരിയാവണില്ല, സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല. എന്നാൽ നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു സിംഹാസനം വേറെ കൊണ്ടുവരാം. സിംഹാസനത്തിൻ്റെ കുഴപ്പമില്ല, പിന്നെയോ മനസ്സിന് ഒരു സമാധാനമില്ല. സർവവിധത്തിലും അധികാരം, രാജ്യാധികാരം, സിംഹാസനം ഇതൊക്കെ കയ്യിൽ കിട്ടി. പക്ഷേ മനസ്സിൽ ഒരു വേദന. എന്താ മനസ്സിൻ്റെ വേദന?
ഞാൻ വലിയൊരു യുദ്ധം കഴിഞ്ഞിട്ടല്ലേ ഇങ്ങനൊരു രാജ്യം കിട്ടിയത്. ആ യുദ്ധത്തിൽ ഞാൻ എത്രയോ ആൾക്കാരെ വധിച്ചിട്ടില്ലേ. അവരുടെയൊക്കെ ബന്ധുക്കൾ, അവരുടെയൊക്കെ മക്കൾ, അവരുടെയൊക്കെ ഭാര്യമാർ, ഇവരൊക്കെ എന്നെ ശപിക്കുന്നുണ്ടാവില്ലേ? ചുരുക്കി പറഞ്ഞാൽ കൊട്ടാരത്തിൻ്റെ അകത്ത് സിംഹാസനത്തിലിരിക്കുമ്പോഴും എനിക്ക് മനസ്സിനൊരു സുഖമില്ല. അതുകൊണ്ട് ഈ കൊട്ടാരമോ സിംഹാസനമോ ഒന്നും ഒരു തരത്തിലും എൻ്റെ മനസ്സിന് ആശ്വാസവും തരുന്നില്ല. ഇവിടെ ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നു, മനസ്സിൻ്റെ സുഖമാണ് ഏറ്റവും വലിയ സമ്പത്ത് അല്ലേ. ത്വയി പ്രസന്നേ കിമിഹാ പരിർന്ന ത്വയി അപ്രസന്നേ കിമിഹാ പരിർന്ന. മനസ്സിന് സമാധാനം ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണമെന്നില്ല. മനസ്സിന് സമാധാനം ഇല്ലെങ്കിലോ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല അല്ലേ. അപ്പോൾ ഏറ്റവും പ്രധാനം മനസ്സിൻ്റെ സുഖമാണ്. ബന്ധുര കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്ന് കവി പാടിയതുപോലെ സ്വർണത്തിൻ്റെ കൂട്ടിനകത്തൊരു തത്തയെ ഇട്ടിട്ട് സ്വർണത്തിൻ്റെ പാത്രത്തിൽ പാല് കൊടുത്താലും തത്തയ്ക്ക് സുഖം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇതുപോലെ നമ്മളിന്ന് പലരെ കാണുമ്പോഴും നമ്മൾ പറയണ ഒരു വാക്കുണ്ട്, എന്തേ അയാൾക്ക് നല്ല സുഖാട്ടോ അല്ലേ, അയാൾക്ക് നല്ല സുഖാട്ടോ എന്ന് നമ്മൾ പറയുമ്പോൾ ഭാഗവതം പറയുന്നു, പുറമേ നിന്ന് കണ്ടിട്ട് വീട് കണ്ടിട്ടോ ജോലി കണ്ടിട്ടോ കാറ് കണ്ടിട്ടോ ഒന്നും നമ്മൾ ഒരാളുടെ സുഖം കണക്കാക്കണ്ട. മനസ്സിന് സമാധാനമുണ്ടോ അവരാണ് യഥാർത്ഥത്തിൽ സുഖം അനുഭവിക്കുന്നവർ. ആ മനസ്സിന് ഉള്ളിൽ സമാധാനമുള്ള ആൾക്ക് ചിലപ്പോൾ പുറത്ത് വലിയ സമ്പത്തൊന്നും ഉണ്ടാവില്ല, പക്ഷേ യഥാർത്ഥത്തിലുള്ള സമ്പന്നന്മാർ ഈ മനസ്സിൽ സമാധാനവുമായി ഇരിക്കുന്നവരാണ്. ഇങ്ങനെ യുധിഷ്ഠിരൻ മനസ്സിന് സുഖില്ല എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? കുറേ സന്യാസിമാരെ വിളിച്ചു. പർവ്വതോ നാരദോ ധൗമ്യോ ഭഗവാൻ ബാദരായണ ബൃഹദശോ ഭരദ്വാജ സശിഷ്യോ രേണുകാസുത വധിഷ്ഠ ഇന്ദ്ര പ്രമദത്രിതോ ഗൃത്സമതോ അസിത കക്ഷീവാൻ ഗൗതമോ അത്രിശ്ച കൗശികോദ സുദർശന. ഇങ്ങനെ അനേകം മഹർഷീശ്വരന്മാരെ വിളിച്ചു. എന്നിട്ടോ അവരെ കൊണ്ടൊക്കെ ഈ യുധിഷ്ഠിരന് കുറേ ഉപദേശങ്ങൾ കൊടുത്തു. ഇന്നിപ്പോൾ ഉണ്ടല്ലോ കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞ ഏർപ്പാട്. അതിന് പകരം ഭഗവാൻ ചെയ്തത് ഈ സന്യാസിമാരെ വിളിച്ച് ഈ പാണ്ഡവന്മാർക്ക് പല പല ഉപദേശങ്ങൾ കൊടുത്തു. ഉപദേശമൊക്കെ കേൾക്കുമ്പോൾ ഇവർക്ക് മനസ്സിന് നല്ല സമാധാനം. പക്ഷെ ഉപദേശങ്ങൾ കഴിയുമ്പോഴേക്കും വേവലാതി വീണ്ടും തുടങ്ങും. ഒടുക്കം ആരുപദേശിച്ചിട്ടും മനസ്സിന് സുഖം കിട്ടുന്നില്ല എന്ന് യുധിഷ്ഠിരൻ പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, എങ്കിൽ നമുക്കൊരു സ്ഥലം വരെ പോവാം, നിങ്ങൾക്ക് സമാധാനം തരാൻ പറ്റുന്ന ഒരാളുടെ അടുത്തേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ഭഗവാൻ പാണ്ഡവന്മാരെയും കൂട്ടി പുറപ്പെടുകയാണ്. അപ്പോൾ നമ്മളൊന്നും ഉപദേശം കൊടുത്തിട്ടും കിട്ടാത്ത സമാധാനം വേറെ ഏതോ ഒരാൾ ഉപദേശം കൊടുത്താൽ കിട്ടും എന്നറിഞ്ഞപ്പോൾ ഈ ഉപദേശിച്ച മഹർഷിമാരും കൂടി കൃഷ്ണൻ്റെ ഒപ്പം പുറപ്പെട്ടു. കാരണം എന്താ അറിയോ? നാളെ നമുക്ക് മനസ്സിന് വല്ല സുഖമില്ലാണ്ടായാൽ ഒരാളെ കണ്ടുവയ്ക്കണമല്ലോ അല്ലേ. ഈ കൗൺസിലൊക്കെ ചെയ്യുന്ന സൈക്കോളജി ഡോക്ടർമാരുണ്ടല്ലോ, ഒരു 2 മാസം കൂടുമ്പോൾ അവർ ഒരു ഡോക്ടറെ പോയി കാണും. എന്തിനറിയോ? ഈ പ്രശ്നങ്ങൾ ടെൻഷൻ കേട്ട് 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 ഇവർക്കൊരു ടെൻഷൻ വരും അത്രേ. അപ്പം ഇതിനേക്കാൾ മൂത്ത ഡിഗ്രിയുള്ള ആളെ പോയി കാണും. ഇതുപോലെ ഈ സന്യാസിമാർക്ക് തോന്നി നമുക്കും നമ്മളെക്കാൾ ശ്രേഷ്ഠനായ ആ മഹാത്മാവിനെ ഒന്ന് കാണണം എന്ന് വിചാരിച്ച് പാണ്ഡവന്മാരോടൊപ്പം കൃഷ്ണനോടൊപ്പം ആ സന്യാസിമാരും അവിടുന്ന് പുറപ്പെട്ടു. അങ്ങനെ ഭഗവാൻ അവരെയും കൂട്ടി നേരെ പോവുകയാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക്. അവിടെ ഒരാൾ സുഖമായി കിടക്കുകയാണ്. എവിടെ? കിടക്കയിലൊന്നല്ല, പിന്നെയോ ശരശയ്യയുടെ മുകളിൽ. പുറത്ത് എല്ലാം പ്രതികൂലമായ സാഹചര്യം, ചുറ്റുമായിട്ട് കഴുകനും ചെന്നായകളും കൊത്തിവലിക്കുന്ന ശവശരീരങ്ങൾ, ബന്ധുക്കൾ ശവം കെട്ടിപ്പിടിച്ച് കരയുന്ന ആർത്തനാദം,
തളം കെട്ടിക്കിടക്കുന്നതായ പഴകിയ രക്തത്തിൻ്റെ ദുർഗന്ധം പോരാ. ചിലപ്പോൾ കഴുകനൊക്കെ വന്ന് ഭീഷ്മരെ ഇങ്ങനെ കുത്തി കുത്തി നോക്കണുണ്ടത്രേ, ചാവാറായോന്ന്. ഇത്രയും സാഹചര്യം പുറത്ത് പ്രതികൂലമായിട്ടും ഭീഷ്മര് സമാധാനമായി കിടന്നു. എന്താ കാരണം? മനസ്സിൽ ഭഗവാനെ ചിന്തിച്ചു എന്നാണ്. അപ്പോൾ പുറമേ നമുക്ക് സാഹചര്യം അനുകൂലമല്ല എന്നുണ്ടെങ്കിലും മനസ്സിൽ നമുക്ക് സ്വസ്ഥതയുണ്ടാക്കാൻ സാധിക്കും. എങ്ങനെ? ഈശ്വര ചിന്ത കൊണ്ട്, ഈശ്വര സ്മരണ കൊണ്ട്. ഭീഷ്മർ എന്ത് വിചാരിച്ചു എന്നറിയോ? ഞാൻ ഭഗവാനെ കാണാതെ മരിക്കില്ല എന്നുറപ്പിച്ചു. ഭീഷ്മർക്ക് മറ്റൊരു പേരാണ് സ്വച്ഛന്ത മൃത്യുവാണ്. ആര്? ഭീഷ്മര്. സ്വച്ഛന്ത മൃത്യു എന്ന് വെച്ചാൽ, സ്വച്ഛന്ത മൃത്യു എന്ന് പറഞ്ഞാൽ വിചാരിക്കുമ്പോൾ മരിക്കാം അല്ലേ? വിചാരിക്കുമ്പോൾ മരിച്ചാൽ മതി. ഇങ്ങനൊരു വരം കിട്ടിയ ആളാണ് ആര്? ഭീഷ്മര്. നമുക്കോ മറ്റോ അങ്ങനെ ഒരു വരം കിട്ടിയിട്ടുണ്ടെങ്കിലോ? വിചാരിക്കുമ്പോൾ മരിച്ചാൽ മതി എന്നൊരു വരം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വിചാരിക്കേയില്ല അല്ലേ? ഇവിടെ ഭീഷ്മര് മരിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഭഗവാനെ കണ്ടിട്ടേ മരിക്കുള്ളൂ എന്നുറപ്പിച്ച് ആ ഭഗവാന്റെ പൊഞ്ചിലമ്പിൻ്റെ ശബ്ദം കേൾക്കാൻ കാതോർത്തിരിക്കുന്നതായ ഭീഷ്മരുടെ അടുത്തേക്ക് പാണ്ഡവന്മാരെയും കൂട്ടി ഭഗവാൻ കയറി വരുന്നു. നേരെ ഭീഷ്മരുടെ പാദത്തിൻ്റെ അടുത്ത് ഭഗവാൻ അവിടെ നിന്നു എന്നാണ് ഭാഗവതം പറയുന്നത്. എന്താ പാദത്തിനടുത്ത് നിൽക്കാൻ കാരണം? ഒന്ന്, കിടക്കുന്ന ഭീഷ്മരെ സംബന്ധിച്ച് ഭഗവാനെ കാണാൻ സൗകര്യം പാദത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാണ്. അത് മാത്രമല്ല, ഭീഷ്മരെ പോലെയുള്ള പരമഭക്തന്മാരുടെ പാദദാസനാണ് താൻ, ഭക്തൻ്റെ ഭക്തനാണ് താൻ എന്ന് കാണിച്ചു കൊടുക്കാനാണ് ഭീഷ്മരുടെ കാലിൻ്റെ അടിയിലാണ് ഭഗവാൻ നിന്നത്. ഇവിടെ ഭീഷ്മരെന്ത് ചെയ്തു? ഭഗവാനെ അതിഗംഭീരമായിട്ട് പൂജ കഴിച്ചു എന്ന് ഭാഗവതത്തിൽ പറയുന്നു. ഭഗവാന് പുഷ്പാഞ്ജലി ചെയ്തു, ഭഗവാനെ നമസ്കരിച്ചു, ഭഗവാനെ പ്രദക്ഷിണം വെച്ചു, ഭഗവാന് അഭിഷേകം ചെയ്തു, ഭഗവാന് നിവേദ്യം കൊടുത്തു, ഭഗവാൻ അലങ്കാരം ചെയ്തു. ഇതെല്ലാം ചെയ്തു. ആര്? ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മര്. അതെങ്ങനെയാ അയാൾ ചെയ്യുക? ഒരു വാക്കവിടെ വച്ചു. ഹൃദിസ്ഥം പൂജയാമാസമായോപാത്ത വിഗ്രഹം. ഭീഷ്മരെങ്ങനെയാ ചെയ്തതെന്നറിയോ? ഹൃദിസ്ഥം പൂജയാമാസ, മനസ്സുകൊണ്ട് ആ ഭഗവാനെ ഭംഗിയായി പൂജിച്ചു എന്നാണ്. അപ്പോൾ എല്ലാ പൂജകളിലും വെച്ച് ഏറ്റവും ഉത്തമമായ ഒരു പൂജയാണ് മാനസപൂജ അല്ലേ? എന്താ മാനസപൂജയുടെ മാഹാത്മ്യം? മറ്റ് പൂജകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് മാനസപൂജ. മറ്റ് പൂജകൾക്കൊക്കെ ശുദ്ധമായ വസ്തുക്കളെ ഭഗവാന് കൊടുക്കാൻ നമുക്ക് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല അല്ലേ? ഇപ്പോൾ നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന എണ്ണയും നെയ്യും പുഷ്പങ്ങളൊക്കെ ശുദ്ധമാണോ എന്ന് ചോദിച്ചാൽ ചോദിക്കാണ്ടിരിക്കുന്നതാ നല്ലത് അല്ലേ? അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ നടക്കില്ല. അപ്പോൾ എന്നാൽ മനസ്സിൽ വെച്ച് ഭഗവാനെ പൂജിക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലതിനെ ഭഗവാന് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഏത് സാധാരണക്കാരനും ഏറ്റവും ഉയർന്നതിനെ ഭഗവാന് കൊടുക്കാൻ പറ്റും. കാരണം സങ്കല്പിക്കുകയല്ലേ ചെയ്യുന്നത് അല്ലേ? ശങ്കരാചാര്യര് ശിവമാനസ പൂജ എന്ന് പറഞ്ഞിട്ടൊരു സ്തോത്രം തന്നെ രചിച്ചിട്ടുണ്ട്. മഹാദേവന് ഒരു പൂജ കഴിക്കുകയാണ്. എങ്ങനെ? സങ്കല്പം കൊണ്ട്, മനസ്സുകൊണ്ട്. ആ ശിവമാനസ പൂജയിൽ ശങ്കരാചാര്യര് പറയുന്നു, ഭഗവാനെ രത്നൈകൽപ്പിതമാസനം, ഞാൻ അങ്ങയ്ക്ക് മനസ്സുകൊണ്ട് ഒരു പീഠം അങ്ങയ്ക്ക് തരാൻ പോവുകയാണ്. അപ്പം മനസ്സുകൊണ്ട് ഭഗവാൻ ഇരിക്കാൻ ഒരു പീഠം കൊടുക്കുമ്പോൾ മരത്തിൻ്റെ പീഠവും കല്ലിൻ്റെ പീഠമൊന്നും വേണ്ട. പിന്നെയോ രത്നൈകൽപ്പിതമാസനം, ഭഗവാന് രത്നം കൊണ്ടുള്ള പീഠം കൊടുക്കാൻ. കാരണം എന്താ? സങ്കല്പിക്കല്ലേ, മനസ്സിൽ സങ്കല്പിക്കല്ലേ. അപ്പം ഏറ്റവും നല്ലതിനെ, ഏറ്റവും ഉയർന്നതിനെ,
ഏതൊരാൾക്കും ഭഗവാന് കൊടുക്കാൻ പറ്റും മാനസ പൂജ ചെയ്യുമ്പോൾ. ഇവിടെ ഭീഷ്മപിതാമഹര് മനസ്സിൽ വച്ച് ഭഗവാനെ ഭംഗിയായി അവിടെ സ്തുതിച്ചു, പ്രാർത്ഥിച്ചു. ഒടുവിൽ പാണ്ഡവന്മാരോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ വന്നത്, എന്തിനാണ് വന്നത് എന്ന് പാണ്ഡവന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മനസ്സിന് സമാധാനമില്ല, ഞങ്ങൾക്ക് മനസ്സിന് തീരെ സമാധാനമില്ല. ഇത് കേട്ടപ്പോൾ ഭീഷ്മര് ഒന്ന് പൊട്ടിച്ചിരിച്ചു. അഹോ കഷ്ടം, അഹോ അന്യായം, യദ്യൂയം ധർമ്മനന്ദന ജീവിതും നാർഹത ക്ലിഷ്ടം വിപ്ര ധർമാച്യുതാശ്രയ. വളരെ വളരെ കഷ്ടം തന്നെ. നിങ്ങൾ ധർമ്മം ചെയ്യുന്നവരാണ് അല്ലേ? സദാസമയവും ധർമ്മം ചെയ്യുന്ന നിങ്ങൾക്ക് ഇങ്ങനൊരവസ്ഥ എന്തുകൊണ്ട് വന്നു? ഭഗവാൻ ഇത്ര അടുത്തുണ്ടായിട്ടും കൃഷ്ണനെ ഇത്ര സൗകര്യത്തിൽ കിട്ടിയിട്ടും പാണ്ഡവന്മാരെ നിങ്ങൾക്ക് ഇത്രയും ദുഃഖങ്ങൾ ഉണ്ടായി എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു, ഇപ്പോഴും നിങ്ങൾക്ക് ഈ കൃഷ്ണൻ്റെ മഹത്വം വേണ്ടതുപോലെ മനസ്സിലായിട്ടില്ല അല്ലേ? നിങ്ങൾ മനസ്സമാധാനം എന്ന് പറഞ്ഞ് ലോകത്ത് തപ്പി നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ അന്വേഷിക്കുന്ന മനസ്സമാധാനം അത് ഭഗവാനാണ്. ഭഗവാൻ നിങ്ങളുടെ ഒപ്പമുണ്ട്. നിങ്ങളിപ്പോൾ ചെയ്യണത് എന്താ അറിയോ? മൂക്കിൻ്റെ മുകളിൽ കണ്ണട വെച്ച് കണ്ണടയുടെ ഉള്ളിൽ കൂടി എൻ്റെ കണ്ണട എവിടെ പോയി എന്ന് അന്വേഷിക്കുക ചെയ്യുന്നത് അല്ലേ? മുത്തശ്ശൻ രാവിലെ മുതൽ മേശയുടെ വലിപ്പിലും ബെഞ്ചിൻ്റെ ചോട്ടിലും അവിടെ ഇവിടെയൊക്കെ തപ്പുന്നുണ്ട്. പേരക്കുട്ടി പോയി ചോദിച്ചു, എന്താ മുത്തശ്ശ കാണാണ്ടായത്? ഒരു വസ്തു ഇവിടെ വച്ചാൽ കിട്ടില്ല, എന്താ കാണാണ്ടായതെന്ന് പറയണമില്ല. അവസാനം അവിടെ ഇവിടെയൊക്കെ തപ്പി തപ്പി ക്ഷീണിച്ച് കസേരയിൽ മുത്തശ്ശൻ വന്നിരുന്നപ്പോൾ പേരക്കുട്ടി വന്നു ചോദിച്ചു, എന്താ കാണാണ്ടായത്? എൻ്റെ കണ്ണട കാണണില്ലല്ലോ. എന്നാ മുത്തശ്ശൻ നേരത്തെ പറയണ്ടേ, കണ്ണട ഇല്ലാണ്ട് മുത്തശ്ശന് കണ്ണ് കാണുമോ? ഇല്ല. അപ്പം പിന്നെ ഇത്ര സമയം കണ്ണട തപ്പിയത് എങ്ങനെയാ? അപ്പോഴാ മൂക്കിൻ്റെ മുകളിൽ തൊട്ടു നോക്കിയത്, നോക്കുമ്പോൾ കണ്ണടയുണ്ട്. ഇതുപോലെ കൃഷ്ണനെ ഒപ്പം കിട്ടിയിട്ട് മനസ്സമാധാനം എവിടെ കിട്ടുമെന്ന് നിങ്ങൾ അന്വേഷിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇപ്പോഴും കൃഷ്ണൻ്റെ മഹത്വം വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. എന്നും പറഞ്ഞ് ആ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മപിതാമഹര് പാണ്ഡവന്മാർക്ക് സകല തരത്തിലുള്ള ധർമ്മങ്ങളെയും ഉപദേശിച്ചു. രാജധർമ്മം, സ്ത്രീധർമ്മം, മോക്ഷധർമ്മം, ദാനധർമ്മം തുടങ്ങി എല്ലാ തരത്തിലുള്ളതായ ധർമ്മഭാവങ്ങളെയും ഭീഷ്മര് പാണ്ഡവന്മാർക്കായി ഉപദേശിച്ചു. മഹാഭാരതത്തിൽ ആനുശാസിക പർവം എന്ന ഒരു വലിയ ഭാഗം ഈ ഭീഷ്മരുടെ ഉപദേശത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഒടുവിൽ എല്ലാ ധർമ്മങ്ങളെയും ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ്റെ ചോദ്യമാണ്, ധർമ്മം എങ്ങനെയാണ് ഉത്തമമായി തീരുന്നത്? കോ ധർമ്മ സർവധർമ്മാണ് അല്ലേ? ധർമ്മം ഉത്തമമാകുന്നത് എങ്ങനെയാണ്? അപ്പോഴാണ് ഭീഷ്മര് പറഞ്ഞത്, ആചാര പ്രഥമോ ധർമ്മ. ആചരിക്കുമ്പോഴാണ് ധർമ്മം അതിൻ്റെ ഫലം നൽകുന്നത് അല്ലേ? പ്രസംഗിക്കുമ്പോഴോ പുസ്തകം വായിക്കുമ്പോഴോ അല്ല, ആ പ്രസംഗിക്കുന്നത് പ്രവർത്തിക്കുമ്പോഴാണ് ധർമ്മത്തിൻ്റെ ഫലം ഉണ്ടാകുന്നത്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യാതിരിക്കേണ്ടത് എന്ന് ധർമ്മത്തെക്കുറിച്ച് നമ്മളൊരു ഗ്രന്ഥത്തിൽ വായിച്ചത് കൊണ്ട് ആ ധർമ്മം നമ്മളെ വേണ്ടതുപോലെ രക്ഷിക്കില്ല. പിന്നെ എപ്പോഴാണ് ധർമ്മം രക്ഷിക്കുക? ധർമ്മം അതിനെ ആചരിക്കുമ്പോഴാണ് ആ ധർമ്മം ഉത്തമമായി തീരുന്നത്. അപ്പോൾ ഉത്തമധർമ്മം എന്ന് പറഞ്ഞാൽ നമുക്ക് ആചരിക്കാൻ പറ്റുന്ന ധർമ്മത്തെ ഉത്തമധർമ്മമായിട്ട് നമ്മൾ കണ്ടോളുക അല്ലേ? കാലത്തിനും ദേശത്തിനും ശരീരത്തിനും ആരോഗ്യത്തിനും ഒക്കെ അനുസരിച്ച് ഈ ധർമ്മം നമ്മൾ മാറ്റേണ്ടി വരും. ആത്യന്തികമായ ധർമ്മമല്ല, നമുക്ക് കാലത്തിനനുസരിച്ചിട്ടുള്ള ഈ മാറ്റങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു കാലത്ത് എല്ലാവരും മുങ്ങിക്കുളിക്കുക അല്ലേ? അങ്ങനെ ഉള്ള ഒരു കാലം. കുറച്ച് കാലം കഴിഞ്ഞ് ഇപ്പം അതൊക്കെ മാറി നമ്മൾ ഇപ്പോൾ കുളിമുറിയിലാണ് കുളിക്കുന്നത്. ഇനി കുറച്ചുകൂടി പ്രായമായി
ചിലപ്പോൾ മക്കൾ പറയും ഇങ്ങനെ 2 നേരം പോയി കുളിക്കാനൊന്നും നിൽക്കണ്ട, കാലും മുഖം കഴുകിയാൽ മതി എന്ന് പറയാൻ തുടങ്ങിയാൽ അപ്പം അത് ചെയ്യേണ്ടി വരും നമ്മൾ. അപ്പോൾ നമ്മൾ നമ്മുടെ ധർമ്മത്തിൽ ഉത്തമമായത് നമുക്ക് ആചരിക്കാൻ പറ്റുന്ന ധർമ്മമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ കലിയുഗത്തിൽ നമുക്ക് ആചരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം നാമജപമാണ്. ഭഗവാന്റെ തിരുനാമം ജപിക്കുക അല്ലേ? എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്നുപോലും ഒരിക്കൽ ഒരു ദിനം ഏതെങ്കിലും തരത്തിലൊന്ന് ജപിച്ചാൽ മതി. മൂകനെ അങ്ങൊഴിച്ചുള്ള മാനുഷർക്കെല്ലാവർക്കും ഭഗവാന്റെ തിരുനാമം ജപിക്കാം. ശരി, ഏതൊക്കെയാണ് ഭഗവാന്റെ നാമങ്ങൾ എന്ന് പാണ്ഡവന്മാർ ചോദിച്ചപ്പോഴാണ് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മര് ഭഗവാന്റെ ദിവ്യമായ 1000 നാമങ്ങൾ പാണ്ഡവന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു. ആ 1000 നാമങ്ങളാണ് വിഷ്ണു സഹസ്രനാമ സ്തോത്രം അല്ലേ? എന്നും രാവിലെ നമ്മൾ യജ്ഞം ആരംഭിക്കുന്നത് ഈ സഹസ്രനാമത്തെ ചൊല്ലിക്കൊണ്ടാണ്. അപ്പോൾ 1000 നാമങ്ങൾ ഭീഷ്മര് ഉപദേശിച്ചു കൊടുത്തു. ഈ 1000 നാമങ്ങൾക്ക് മാഹാത്മ്യമായി പല കാര്യങ്ങളും പറഞ്ഞു. രോഗങ്ങളുണ്ടാവില്ല, ബുദ്ധി വർദ്ധിക്കും, ഓർമ്മശക്തി വർദ്ധിക്കും, ധനം ലഭിക്കും എന്നൊക്കെ പറഞ്ഞു. എന്ന് മാത്രമല്ല, സഹസ്രനാമത്തിന് മറ്റൊരു മാഹാത്മ്യമുണ്ട്. എന്താ മാഹാത്മ്യം? സഹസ്രനാമം ജപിക്കാം എന്ന് കരുതിയാൽ തന്നെ, വിചാരിച്ചാൽ തന്നെ നമുക്ക് പുണ്യം കിട്ടുന്ന. സഹസ്രനാമം ജപിക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ നമുക്ക് പുണ്യം കിട്ടും. അപ്പം ചില ആൾക്കാർ വിചാരിക്കും എന്നാൽ പിന്നെ നാളെ മുതൽ ചൊല്ലേണ്ട പണിയില്ല, വിചാരിച്ചാൽ മതിയല്ലോ. അല്ല, വിചാരിച്ചാൽ തന്നെ നമുക്ക് പുണ്യം കിട്ടുമെങ്കിൽ ചൊല്ലിയാൽ അതിനേക്കാൾ ഫലമുണ്ട് എന്നർത്ഥം. ഏതായാലും വിഷ്ണു സഹസ്രനാമത്തെ ഭീഷ്മപിതാമഹര് പാണ്ഡവന്മാർക്കായി ഉപദേശിച്ചു കൊടുത്തു. പാണ്ഡവന്മാർ ഭീഷ്മരെ നമസ്കരിച്ചവിടുന്ന് പോയതും ഭീഷ്മര് തൻ്റെ മുൻപിൽ ശോഭിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ തൻ്റെ ദൃഷ്ടി പതിപ്പിച്ച് ഭഗവാനിലേക്ക് തൻ്റെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ ചേർത്ത് വെച്ച് ഭഗവാനെ സ്തുതിക്കുന്നതായ രംഗം. ഭാഗവതത്തിലെ 2ാമത്തെ സ്തുതിയാണ് ഭീഷ്മസ്തുതി. ഭീഷ്മരെന്താ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറയുന്നത്? ഇതിമതിരുപകൽപിതാ വിതൃഷ്ണ ഭഗവതി സാത്വത പുംഗവേ വിഭൂമ്നി സ്വസുഖമുപഗതേ കൊജൽ വിഹർത്തും പ്രകൃതിമുപേയുഷിയൽ ഭവപ്രവാഹ ഇതി മതിരുപകൽപിത. ഭീഷ്മര് ഭഗവാനോട് പറയാണ്, ഭഗവാനെ ഞാൻ എൻ്റെ മതിയെ അങ്ങയ്ക്കായിട്ട് സമർപ്പിക്കട്ടെ എന്നാ. എന്താ മതി എന്ന് പറഞ്ഞാൽ? ഇന്ന് രാവിലെ പറഞ്ഞതാണ്. മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നർത്ഥം. ഇതി മതിരുപകൽപിത. ഭഗവാനെ ഞാൻ എൻ്റെ ബുദ്ധിയെ അങ്ങയ്ക്കായിട്ട് സമർപ്പിക്കാം. എന്തിനാ ബുദ്ധിയെ ഭഗവാന് സമർപ്പിക്കണതെന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ ഇത് വേണ്ടാത്ത പല കാര്യങ്ങളിലും കൊണ്ടുപോയി എന്നെ തലയിടിക്കും അല്ലേ? ബുദ്ധി ഭഗവാനിൽ ഉറച്ചു നിന്നിട്ടില്ലെങ്കിൽ പിന്നെ ഈ ബുദ്ധി എന്താ ചെയ്യുക? പല പല ദുഃഖങ്ങളിലും പല പല പ്രാരബ്ധങ്ങളിലും കൊണ്ടുപോയി നമ്മളെ വേവലാതിപ്പെടുത്തും. അതുകൊണ്ട് എൻ്റെ ബുദ്ധിയെ ഞാൻ അങ്ങയിലേക്ക് സമർപ്പിക്കട്ടെ. ഈ വലിയ പ്രാരബ്ധത്തിൻ്റെ പ്രവാഹത്തിൽ പെട്ടുപോയ എനിക്ക് ആനന്ദസ്വരൂപനായ അങ്ങയിലേക്ക് തന്നെ ബുദ്ധിയെ വച്ച് അങ്ങയെ അല്പനേരം ഒന്ന് സ്തുതിക്കാൻ സാധിക്കട്ടെ. ത്രിഭുവനങ്ങളിൽ വെച്ച് അതിസുന്ദരമാണ് അങ്ങയുടെ ഈ രൂപം. കാർമേഘവർണ്ണനായി കഴുത്തിൽ വെട്ടിത്തിളങ്ങുന്ന പീതാംബരപ്പട്ട് മഞ്ഞപ്പട്ട് ഉടുത്ത് വനമാല ചാർത്തി കയ്യിൽ ചമ്മട്ടിയും കടിഞ്ഞാണുമായി കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ പാർത്ഥന്റെ സാരഥിയായി ശോഭിക്കുന്ന അങ്ങയുടെ ആനന്ദരൂപം എന്നും എനിക്ക് ഹൃദയത്തിൽ കാണാനായിട്ട് സാധിക്കണം. പോരാ, സപതി സഖിവചോ നിശമ്യമധ്യേ നിചപരയോ ബലയോ രഥം നിവേശ്യ. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വച്ച് അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, യുദ്ധഭൂമിയുടെ നടുവിൽ കൊണ്ടുപോയി രഥം നിർത്തൂ. എനിക്ക് ശത്രുക്കളായി വന്നിരിക്കുന്ന
യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്ന ആൾക്കാർ ആരാണ് എന്ന് ഞാൻ കാണട്ടെ എന്ന് ഭഗവാനോട് പറഞ്ഞപ്പോൾ ഭഗവാൻ രഥം കൊണ്ടുപോയി നിർത്തിയെന്ന് മാത്രമല്ല, ശത്രുക്കളായിരിക്കുന്നവരെയെല്ലാം തൻ്റെ കണ്ണുകൊണ്ട് അർജുനന് പരിചയപ്പെടുത്തി കൊടുത്തു എന്നാണ് അല്ലേ. ഒരു കയ്യിൽ ചമ്മട്ടിയും ഒരു കയ്യിൽ കടിഞ്ഞാണും ഉള്ളത് കൊണ്ട് വിരൽ ചൂണ്ടി പരിചയപ്പെടുത്താൻ പറ്റില്ല. അപ്പം അർജുനനോട് കൃഷ്ണൻ എങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്? അത് ഭീഷ്മര്, അത് ശല്യര്, അത് കർണൻ എന്നിങ്ങനെ കണ്ണുകൊണ്ട് എല്ലാവരെയും പരിചയപ്പെടുത്തി. അപ്പം ഇവിടെ കണ്ണുകൊണ്ട് പരിചയപ്പെടുത്തുന്ന സമയത്ത് ഭീഷ്മര് പറയുന്നു, അക്ഷ്ണ ആയുർഹരതി. ഭഗവാൻ ആരുടെ നേരെയൊക്കെ ആ കടാക്ഷം കൊണ്ടുപോയോ അവരുടെയൊക്കെ ആയുസ്സിനെ ഭഗവാൻ ആ കണ്ണുകൊണ്ട് അപഹരിച്ചു എന്നാണ് വർണ്ണിക്കുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഈ കൗരവന്മാർ മുഴുവൻ നശിക്കാൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഭഗവാന്റെ ഈ ഒരു നോട്ടമാണ്. സകലരുടെയും ആയുസ്സിനെ ഭഗവാൻ കണ്ണുകൊണ്ട് അപഹരിക്കുകയുണ്ടായി. പിന്നെ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ ഒരു സത്യം ചെയ്തു. എന്താ സത്യം ചെയ്തത്? ആയുധം എടുക്കില്ല എന്ന്. എന്നാൽ യുദ്ധത്തിനിടയിൽ ഒരു ദിവസം ഭീഷ്മര് ദേഷ്യം വന്ന് ഒരു സത്യപ്രതിജ്ഞ ചെയ്തു. ആയുധം കൃഷ്ണനെ കൊണ്ട് ഞാൻ എടുപ്പിക്കും എന്നൊരു സത്യം. ഇവിടെ അടുത്ത ദിവസം ഭീഷ്മരുടെ വാക്കിനെ സത്യമാക്കി തീർക്കാൻ ഭഗവാൻ രഥാംഗപാണിയായി രഥചക്രത്തെ കയ്യിലേക്ക് എടുത്തുകൊണ്ട് ഭീഷ്മരുടെ നേരെ ഹരിരിവ ഹന്തുമിഭം ഗതോത്തരീയ, ഒരു സിംഹം മദയാനയുടെ മസ്തകത്തിലേക്ക് ചാടുന്നതായ ഭാവത്തിൽ എടുത്തു ചാടിയെന്നാണ്. അങ്ങനെ സ്വന്തം പ്രതിജ്ഞയേക്കാൾ, സ്വന്തം വാക്കിനേക്കാൾ ഭക്തന്റെ വാക്കിനെ സത്യമാക്കി തീർത്ത ആ കൃഷ്ണനെ ഭീഷ്മര് ഭംഗിയായി സ്തുതിച്ചു. രാജസൂയം എന്ന യാഗരംഗത്തിൽ വെച്ച് എല്ലാവരും കൃഷ്ണന്റെ നാമം ജപിച്ചു. എന്നാൽ ശിശുപാലൻ എന്ന ഒരു ദുഷ്ടൻ മാത്രം കൃഷ്ണനെ കുറെ ചീത്ത വിളിച്ചു. തൻ്റെ നാമം ജപിച്ച ഭക്തന്മാർക്ക് യാതൊരു സദ്ഗതിയെ കൊടുക്കുമോ അതേ സദ്ഗതിയെ തന്നെ ശകാരിച്ച ശിശുപാലനും ഭഗവാൻ അവിടെ കൊടുക്കുകയുണ്ടായി. ചക്രായുധം അയച്ച് ശിശുപാലൻ്റെ ശിരസ് ഛേദിച്ചു. എല്ലാവരും നോക്കി നിൽക്കെ ശിശുപാലൻ്റെ ശരീരത്തിൽ നിന്നൊരു ജ്യോതിസ് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളിലേക്ക് ലയിച്ചു. അങ്ങനെ സർവവിധത്തിലും തൻ്റെ തിരുനാമം ജപിച്ച ഭക്തന്മാർക്കും തന്നെ ശകാരിച്ച ശിശുപാലാദികൾക്കും മോക്ഷം കൊടുത്ത ആ ഭഗവാനിലേക്ക് എനിക്ക് ഭക്തിയുണ്ടാവണേ. വൃന്ദാവനത്തിലെ രാധാദി ഗോപികമാര് യാതൊരു ശ്രീകൃഷ്ണ ഭഗവാനെയാണോ പരമപ്രേമം കൊണ്ട് സ്വന്തമാക്കിയത്, പ്രേമസ്വരൂപനായ ആ കൃഷ്ണനിലേക്ക് എനിക്ക് ഭക്തിയുണ്ടാവണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് ഒടുവിൽ ഭീഷ്മര് പറയുന്നു, തമിമമഖമജം ശരീരഭാജാം ഹൃദി ഹൃദി ധിഷ്ഠിതമാത്മകൽപ്പിതാനാം പ്രതിദൃശൈമവനൈകഥാർക്കമേകം സമധിഗതോസ്മി വിധൂത ഭേദമോഹ തമിമഹമഹമജം. ഭഗവാനെ, എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ അഹം അഹം ഞാൻ ഞാൻ എന്ന ഭാവത്തിൽ കുടികൊള്ളുന്ന ഒരു ചൈതന്യമുണ്ടല്ലോ, അത് ഏകനായിരിക്കുന്ന അങ്ങ് മാത്രമാണ് എന്ന് ഭേദബുദ്ധി ഇല്ലാതെ എനിക്ക് തോന്നാൻ പറ്റണം. എല്ലാവരും കാണുന്ന സൂര്യൻ ഒന്ന് തന്നെ. ഇതേ ഭാവത്തിൽ ഏകമായിരിക്കുന്നതായ ആ ഈശ്വരഭാവത്തെ അറിഞ്ഞുകൊണ്ട് എനിക്ക് ആ ഭഗവാനിലേക്ക് ലയിക്കാൻ സാധിക്കണേ എന്ന് ഭീഷ്മര് ഭഗവാന്റെ മുൻപിൽ പറഞ്ഞ് സ്വന്തശ്വാസ ഉപാരമൽ തൻ്റെ ആ പ്രാണനെ ഭഗവാനിലേക്ക് സമർപ്പിച്ചു എന്ന് വർണ്ണിച്ചുകൊണ്ടാണ് ഭീഷ്മരുടെ സദ്ഗതിയെ ഭാഗവതത്തിൽ വർണ്ണിച്ചത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭാഗം ഭഗവാന്റെ സൃഷ്ടിലീലയും വരാഹ അവതാരവുമൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ നിർത്തുന്നു.